വയനാട് ദുരന്തത്തിൽ കേന്ദ്ര അവഗണന എന്നാരോപിച്ച് കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് സർക്കാർ അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ. കാസർഗോഡ് കുമ്പളയിൽ കോൺഗ്രസ് പ്രവർത്തകർ അമിത്ഷായുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. അംബേദ്കറെയും ഭരണഘടനയെയും കേന്ദ്രമന്ത്രി അമിത്ഷാ അവഹേളിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കർണാടകയിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം തട്ടുന്ന മലയാളി സംഘം അറസ്റ്റ്. മടിക്കേരി, വിരാജ്പേട്ട, ഭാഗമണ്ഡലം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് 625 ഗ്രാം മുക്കുപണ്ടം പിടികൂടി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കേരളത്തിൽ. സോറൻ കാസർഗോഡ് എത്തിയത് അവധിക്കാല വിശ്രമത്തിനായി. എറണാകുളം ചിറ്റാറ്റുകര പഞ്ചായത്തിന്റെ കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അൻവർ സാദത്ത് MLA. സർവീസ് സഹകരണ ബാങ്ക് മാനേജർ റഷീദ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. നയി ചേതന ദേശീയതല ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ച തൃശൂർ പുത്തമ്പീടിക ഗവൺമെന്റ് LP സ്കൂൾ. പരിപാടിയുടെ ഉദ്ഘാടനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ നിർവഹിച്ചു. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അധേനി സംവിധാനം ചെയ്ത മാർക്കോയിലെ പുതിയ ഗാനം പുറത്ത്. രവി ബസ്രൂർ ഈണമൊരുക്കിയ ഗാനം ജിതിൻ രാജാണ് ആലപിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിഡെ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിൽ തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് മോഹനകുമാർ നിർവഹിച്ചു. തൃശൂർ ഗണേശമംഗലം SMUP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. പരിപാടി മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ജില്ലാ കലോത്സവ പ്രതിഭകളെ ആദരിച്ചു. തൃശൂർ പുത്തമ്പള്ളി SYS യൂണിറ്റ് സൗഹൃദ ചായ പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന ഡയറക്ടറേറ്റ് അംഗം സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു.